CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ AKG സെൻട്രൽ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ ലോകമെമ്പാടും ഒന്നായി നേരിടുന്നതിനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. അത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും. പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പരിഹരിക്കാൻ ആവശ്യമായ നിരവധി തലങ്ങളിലൂടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയും. CAGയുടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള പരിശോധന ഈ സംവിധാനത്തിന് ഉണ്ട്. വരവിനും ചെലവിനുമെല്ലാം കൃത്യമായ കണക്കും അറിയാനുള്ള സംവിധാനവും ഇപ്പോൾ തന്നെ ഉള്ളതാണ്. വസ്തുത ഇതായിരിക്കെ സങ്കുചിത ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ നടത്തുന്ന പ്രചാരവേല, കള്ളപ്രചാരവേല, അത് അവസാനിപ്പിക്കണം എന്നാണ്, അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം. കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും, ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ സേന, പോലീസ്, NDRF, ഫയർഫോഴ്സ്, ഇതിൻ്റെ എല്ലാം ഒപ്പം ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ കൂടി ചേർന്നാണ് ഇപ്പോഴും അവിടെ ഫലപ്രദമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടത്തേണ്ടുന്ന സമയം 24ാം പാർട്ടി കോൺഗ്രസ്. അതിൻ്റെ മുന്നോടിയായി പാർട്ടി സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലും, ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും, ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ, ജനുവരിയിലും, സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിലും, പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആദ്യം തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നതിൽ തീരുമാനിച്ചത്. ഇവിടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. ഇല്ല, ഫണ്ട് കൊടുക്കാൻ അഭ്യർത്ഥിക്കാൻ മാത്രമേ. അതായത് ഫണ്ട് പിരിക്കുന്നില്ല. ഓരോരുത്തരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകണമെന്ന് പറയുകയും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല.